പാലക്കാരൻ കുര്യച്ചനായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിയായ ശേഷം താരം വീണ്ടും അഭിനയ തിരക്കിലേക്ക് എത്തുകയാണ്. ഒറ്റക്കൊമ്പൻ എന്നാണ് സിനിമയുടെ പേര്. ഷൂട്ടിംഗ് സെറ്റിൽ സുരേഷ് ഗോപി എത്തിക്കഴിഞ്ഞു. ആർ റോഷിപാലുണ്ട് വിവരങ്ങളുമായി, വിശേഷങ്ങളുമായി. ആർ റോഷിപാൽ, ഇവിടെ ആനയുടെ പരാക്രമത്തെക്കുറിച്ച് പറയുമ്പോഴാണ് മിനി സ്ക്രീനിലേക്ക് ഒറ്റക്കൊമ്പനുമായി തിരിച്ചു വരികയാണോ കേന്ദ്രമന്ത്രി? സുജയ, ഇടവേളയ്ക്ക് ശേഷമാണ് സുരേഷ് ഗോപി സിനിമ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തുന്നത്. കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷം ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒറ്റക്കൊമ്പൻ്റെ തിരുവനന്തപുരത്തെ ലൊക്കേഷനിലാണ് സുരേഷ് ഗോപി രാവിലെ എത്തിയത്. തിരുവനന്തപുരം സെൻട്രൽ ജയിൽ പരിസരത്താണ്, ജില്ലാ ജയിലിന് മുന്നിലാണ് ഈ ലൊക്കേഷൻ. 2 ദിവസം സുരേഷ് ഗോപി ഇവിടെ ഉണ്ടാകും. ഇത് നേരത്തെ തന്നെ വലിയ ചർച്ചയായതാണ്. പക്ഷേ കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷം സിനിമയിൽ അഭിനയിക്കാനുള്ള അനുമതി സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഒടുവിൽ അഭിനയിക്കാനുള്ള അനുമതി പാർട്ടി കേന്ദ്ര നേതൃത്വം നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ സിനിമ അതിൻ്റെ ആദ്യ ഷൂട്ട് ആരംഭിക്കുകയും ചെയ്യുന്നു. കടുവാക്കുന്നിൽ കുറുവച്ചൻ എന്ന കഥാപാത്രമാണ്, കേന്ദ്ര കഥാപാത്രമാണ് സുരേഷ് ഗോപി അഭിനയിക്കുന്നത്. കോട്ടയം പാല മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു സിനിമയാണെങ്കിൽ പോലും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിൽ പരിസരത്ത് ഇന്ന് ചിത്രീകരിക്കുന്നത്. 2 ദിവസം മാത്രമായിരിക്കും ഇവിടെ ചിത്രീകരണം ഉണ്ടാവുക എന്നാണ് നമുക്ക് ഈ സിനിമാ പ്രവർത്തകയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രീഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും ഒരുപക്ഷെ കടുവാക്കുന്നിൽ കുറുവച്ചൻ. വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ സിനിമയെ കാണുന്നത്. ഒരു മാസ് ഫിലിം കൂടിയാകും എന്നതാണ് ഈ ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയും. ഏതാണ്ട് വളരെ നേരത്തെ തന്നെ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് ഉൾപ്പെടെ പുറത്തു വന്നതാണ്. പക്ഷേ സുരേഷ് ഗോപിയുടെ തിരക്ക് കാരണമാണ് അത് പിന്നീട് വൈകിയത്. നേരത്തെ രാജ്യസഭാ MP ആയിരിക്കുന്ന സമയത്തൊക്കെ അഭിനയ രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നെങ്കിലും കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി സിനിമയിലേക്ക് അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ ആശയക്കുഴപ്പമായിരുന്നു. ഏതായാലും ഈ സിനിമാ ലൊക്കേഷനിൽ അതിൻ്റെ ചിത്രീകരണം ഉൾപ്പെടെ പകർത്താനുള്ള അനുവാദമില്ല. സുരേഷ് ഗോപി ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ തന്നെ പ്രേക്ഷകർക്കുള്ള വലിയ പ്രതീക്ഷയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തുന്നത് സംബന്ധിച്ച് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല.